ഹേ ഹായ് ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ ഗൈസ്, ഒരുപാട് നാളായി കേട്ടോ നമ്മൾ ലോങ് വീഡിയോയൊക്കെ ഇട്ടിട്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. അതായത് March 27 എൻ്റെ മോളുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. മോളും മോനുമാണ്, എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ 27 രാവാണ്, പിന്നെ എമ്പുരാൻ്റെ റിലീസാണ്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ദിവസമാണ് കേട്ടോ ഈ ഒരു March 27, 2025. അപ്പോൾ അതാ രണ്ടുപേരും കിടന്ന് ഉറങ്ങുകയാണ്. രണ്ടുപേരെയും വിളിച്ചൊന്ന് സെറ്റ് ആക്കണം. അങ്ങനെ രാത്രി ആയപ്പോഴത്തേക്കും നമ്മുടെ ഷോപ്പൊക്കെ അടച്ചിട്ട് വന്നിട്ട് വീട്ടിൽ നിന്ന് നമ്മൾ പോവുകയാണ് ഗൈസ് കേട്ടോ. അങ്ങനെ വീടൊക്കെ പൂട്ടി ഇറങ്ങുകയാണ്. അപ്പോൾ മോൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഒത്തിരി വീഡിയോ എടുക്കാൻ പാടാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവൻ വന്നില്ല കേട്ടോ. അവൻ ഇച്ചിരി നേരം കെറൂച്ച് നിന്നായിരുന്നു. അപ്പം ഞാനിതാ മോളും എൻ്റെ കൂടെ ഉണ്ട്. മോളും ഞാൻ സെറ്റ് ആയിട്ടുണ്ട്. അവൾ പിന്നെ എല്ലാം വിളിച്ചാൽ വരുമല്ലോ. നമ്മുടെ പെൺമക്കളാണല്ലോ നമുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമാണ്. എന്തോ നമ്മുടെ കുറച്ച് നാളിൽ നമ്മുടെ കൂടെ കാണത്തോളം അതുപോലെ സന്തോഷമായിട്ട് ഭയങ്കര ഒരാഗ്രഹം. അങ്ങനെ എൻ്റെ മോളും ആയിട്ട് ഞാൻ വീഡിയോയൊക്കെ എടുത്തു. ഞങ്ങൾ നേരെ പോയത് ജ്വല്ലറിയിലോട്ടാണ്. അപ്പം മോൾക്കൊരു ഐറ്റം എടുക്കണം. അപ്പം നമ്മൾ ആലങ്കോടാണ് പോയത്. അറേബ്യൻ ഫാഷൻ ജ്വല്ലറിയിലാണ് കേട്ടോ പോയത്. അവിടെ നിന്ന് നമുക്ക് എളുപ്പം അതാണ്. അങ്ങനെ നമ്മൾ ഇറങ്ങി. കാര്യം നമ്മൾ 7:30 മണിക്കൊക്കെയാണ് നമ്മൾ ഇറങ്ങുന്നത്. ആ ടൈമിൽ നമുക്ക് പെട്ടെന്ന് പോകാൻ പറ്റുന്നത് അവിടെ മാത്രമേ ഉള്ളൂ ഗൈസ്. അങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ്. പിന്നെ ഈ ഫ്രണ്ടിൻ്റെ കടയും കൂടിയാണ് കേട്ടോ. അങ്ങനെ അങ്ങോട്ട് പോയിട്ട് നമ്മൾ വളയാണ് കേട്ടോ നോക്കുന്നത് മോക്ക്. അപ്പോൾ മോക്ക് ബ്രേസ്ലെറ്റും വളയൊക്കെ ഉണ്ട്. എന്നാലും അവൾക്കൊരിതാണല്ലോ. പിന്നെ ഈ വീഡിയോയ്ക്ക് ഒരു അങ്ങനെ വെച്ച് ഓരോന്ന് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഐറ്റമാണ് ഫസ്റ്റ് നോക്കിയത്. അപ്പം ഇത് തന്നെയാണ് നമുക്ക് ലാസ്റ്റ് ഇഷ്ടപ്പെട്ടത്. അത് നമുക്ക് വളയായിട്ട് ചെയിനായിട്ട് ഉപയോഗിക്കാൻ പറ്റും. 2 ഉപയോഗമാണ് കേട്ടോ ഉള്ളത്. ഇത് തന്നെയാണ് നമ്മൾ ചൂസ് ചെയ്തത്. ഇതാണ് നമ്മുടെ പ്രത്യേകത. നമ്മുടെ മോൾ സമ്പാദിച്ച കുറേ പൈസയും ബാക്കിയും കൂടി ഇട്ടാണ് കേട്ടോ നമ്മളിത് എടുക്കുന്നത്. അപ്പം ഭയങ്കര സന്തോഷമായി. അവർ വീഡിയോയും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ടുണ്ട്. കാര്യം അവർക്കും ഭയങ്കര ഹാപ്പിയായി. ഒരു കുട്ടി ഇത്രയും ഏൺ ചെയ്ത് കുറച്ച് നാളുകൊണ്ട് സ്വരുക്കൂട്ടി വെച്ചിട്ടാണല്ലോ മേടിച്ചതെന്ന് അവർക്കും ഒരു അഭിമാനമുള്ളൊരു നിമിഷമായിരുന്നു. അങ്ങനെ അവിടെയും കുറച്ച് വീഡിയോസും കാര്യങ്ങളും ഒക്കെ എടുത്തു. അങ്ങനെ അവളുടെ വാപ്പച്ചി തന്നെയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എനിക്കിങ്ങനെ മോതിരമൊക്കെ മേടിച്ച് തരുമ്പോൾ ഇവർക്ക് ഇച്ചിരി പ്രശ്നമുള്ള ഒരാളാണ്. അങ്ങനെ വാപ്പ തന്നെ ഇട്ട് തന്നാൽ മതിയെന്നും പറഞ്ഞുകൊണ്ടിട്ടു. പിന്നെ അതിനുശേഷം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ടാണ് കേട്ടോ പോകുന്നത്. ഫുഡ് കഴിക്കാനായിട്ട് പോകുന്ന സ്ഥിര സ്ഥലം തന്നെയാണ്. ആറ്റിങ്ങിൽ നമ്മുടെ ബ്രൈറ്റിലാണ് കേട്ടോ പോയത്. അവിടെയാകുമ്പോൾ നല്ല ചൂട് ഫുഡ് കിട്ടും നമുക്ക്. അപ്പം നോമ്പൊക്കെ തുറന്നിരിക്കുന്ന സമയത്താണെങ്കിൽ ബെറ്റർ ആയിരിക്കും നമുക്ക് അവിടുന്ന്. അങ്ങനെ നമ്മൾ ഹോട്ടലിലോട്ട് കയറിയതിന് ശേഷം നമ്മൾ വാഷൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ സ്ഥിരം ഇരിക്കുന്നൊരു സീറ്റുണ്ട്. അവിടെ തന്നെയാണ് കേട്ടോ പോകുന്നത്. അവിടെ എന്തായാലും ആളില്ലാണ്ടിരുന്നെങ്കിലും അല്ലെങ്കിൽ റിസർവ്ഡ് ആയിരിക്കും. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്യാനായിട്ട് വന്നിരുന്നു ഗൈസ്. അപ്പം ഓരോ ഫുഡിൻ്റെ ഐറ്റംസ് ഇങ്ങനെ ചോദിക്കുന്നത് ഇക്കായിട്ട് എപ്പോഴും പ്രശ്നമാണ്. ഇക്കാണെങ്കിൽ അവനുമായിട്ട് അങ്ങ് പെട്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഫുഡൊക്കെ വരാൻ പ്ലേറ്റൊക്കെ കൊണ്ടുവന്ന് വെച്ചു. അപ്പം എന്തോ ഒരു വെറൈറ്റി ഫുഡാണ്, എനിക്ക് അറിഞ്ഞുകൂടാ. ചിക്കൻ്റെ എന്തോ ഒരു സംഭവമാണ്, എനിക്ക് മനസ്സിലായില്ല അതെന്താണ് ഫുഡെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ചിക്കൻ്റെ കുറുമ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ 27 രാവായ കൊണ്ട് നമുക്ക് അവിടെ നിന്ന് ഫുഡ് കിട്ടിയായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ എന്ത് പാഴാക്കി കളഞ്ഞാലും നമ്മൾ ഫുഡ് പാഴാക്കി കളയാൻ പാടില്ല. കാര്യം ഒരുപാട് വിശന്നിരിക്കുന്ന മനുഷ്യരുണ്ട്. അങ്ങനെ കുറച്ച് മാത്രമേ ഓർഡർ ചെയ്തോളൂ. അങ്ങനെ അതൊക്കെ കൊണ്ടുവന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പം നമ്മൾ കഴിക്കാൻ പോവുകയാണ്. ഞാനൊരു പെറോട്ടയാണ് ഗൈസ് എടുത്തത്. പെറോട്ടയും പിന്നെ ഇക്ക ഓർഡർ ചെയ്ത ആ സ്പെഷ്യൽ സാധനം, അതിൻ്റെ അകത്ത് മയോണൈസൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ടുള്ള എന്തോ ഒരു വ്യത്യസ്തമായ സാധനമായിരുന്നു. പിന്നെ റൊമാൻ റൊട്ടിയും അപ്പവും പെറോട്ടയായിരുന്നു കേട്ടോ. ഞാൻ പെറോട്ടയാണ് എടുത്തത്. പിന്നെ ചിക്കൻ കുറുമയുണ്ടായിരുന്നു. അതും കൂടി നമ്മുടെ പെറോട്ടയിൽ അങ്ങോട്ട് ഒഴിച്ച് പിന്നെ നമ്മൾ ആ എടുത്ത് വെച്ച സ്പെഷ്യൽ സാധനവും എല്ലാം കൂടി കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചു. ആ ബെറോട്ടയിലോട്ട് കറി ഒഴിക്കുമ്പോൾ ഭയങ്കര കുതിർന്നിരിക്കും അല്ലേ ഗൈസ്. അങ്ങനെ നമ്മൾ ബെറോട്ട പിച്ചി അതിൻ്റെ അകത്ത് ചിക്കൻ കുറുമ എടുത്തു. പിന്നെ നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള ആ ചിക്കൻ്റെ ഒരു ഐറ്റവും കൂടി എടുത്ത് കഴിച്ചതിന് ശേഷം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് സെറ്റായി. പിന്നെ ലൈം ജ്യൂസാണ് കേട്ടോ ഓർഡർ ചെയ്തത്. പെപ്സിയൊക്കെ കുടിച്ച് മോളെയൊക്കെ കുടിച്ച് മടുത്തു ഗൈസ്. അങ്ങനെ ലൈമായിട്ട് നമ്മൾ കുടിക്കുകയാണ്. അപ്പോൾ അവനെ കാണുമ്പോൾ എനിക്ക് ചിരി വന്നു. ഹായ് ഗൈസ് എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. പിന്നെ അതിനുശേഷം നമ്മൾ പുറത്തോട്ട് ഇറങ്ങി എല്ലാമൊക്കെ കഴിച്ചു കുടിച്ചു. എന്നിട്ട് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ചോറ് പാഴാക്കി കളയാൻ പാടില്ല. അങ്ങനെ നമ്മളത് തട്ടി പ്ലേറ്റിലാക്കി. അപ്പോൾ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. നമ്മുടെ തെക്കാവിൽ നിന്നാണ് ഇത് കിട്ടിയത്. വലിയുള്ളിയിൽ നിന്നായിരുന്നെങ്കിൽ പോത്തായിരുന്നു കിട്ടുന്നത്. അങ്ങനെ ചിക്കൻ്റെ ബിരിയാണിയൊക്കെ സെറ്റായി വെച്ചിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഞാൻ ഇച്ചിരി എടുത്ത് ഒന്ന് ബിസ്മി പറഞ്ഞു. ഇക്ക കഴിച്ചില്ല വലുതായിക്കായും ചെറുതായിട്ട് എടുത്ത് ഒന്ന് ബിസ്മി പറഞ്ഞേ ഉള്ളൂ. പള്ളിയിൽ നിന്ന് കിട്ടിയേ കൊണ്ടാണ് കേട്ടോ. അതിനുശേഷം അവർക്കാണ് 2 പേർക്ക് കൂടി കൊടുത്തത്. അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അതൊക്കെ കഴിച്ചു. ഇനി നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടാറ്റാ ബൈ.